രാജ്യത്തെ ഓരോ ദളിതനും അംബേദ്കർ ആണെന്ന കോൺഗ്രസ് MP രാഹുൽ ഗാന്ധി. നൂറ്റാണ്ടുകളായി അടിച്ചമർത്തൽ അനുഭവിക്കുന്ന ദളിതരെ ഭരണഘടനയിലൂടെ അംബേദ്കർ ശാക്തീകരിച്ചുവെന്നും രാഹുൽ പറഞ്ഞു. തന്റെ മണ്ഡലമായ റായ്ബറേലിയിൽ 2 ദിവസത്തെ സന്ദർശനത്തിനെത്തിയ രാഹുൽ ദളിത് വിദ്യാർത്ഥികളുമായി സംവദിക്കുകയായിരുന്നു. ആയിരക്കണക്കിന് വർഷങ്ങളായി ദളിതർ വിവേചനം അനുഭവിക്കുന്നു. ഭരണഘടന തയ്യാറാക്കുമ്പോൾ ഇക്കാര്യം അംബേദ്കറുടെ മനസ്സിലുണ്ടായിരുന്നു. അദ്ദേഹം ഭരണഘടനയിലൂടെ ദളിതർക്ക് കരുത്തു നൽകി. ഈ രാജ്യത്തെ ഓരോ ദളിതനും അംബേദ്കറാണ്. ഇന്ന് ഭരണഘടനയുടെ ശബ്ദത്തെ അടിച്ചമർത്തിക്കൊണ്ടിരിക്കുകയാണ്. രാജ്യത്തെ ജനസംഖ്യയുടെ 15% ദളിതരാണ്. എന്നാൽ രാജ്യത്തെ പ്രമുഖ കമ്പനികളുടെ ഉടമകളുടെയും സിഇഒമാരുടെയും എണ്ണം അതിന് ആനുപാതികമായിട്ടല്ല ഉള്ളത്. ഭരണഘടനയെ തകർക്കാനുള്ള ആസൂത്രിതമായ നീക്കം നടക്കുന്നുണ്ട്. ഭരണഘടനയെ സംരക്ഷിക്കുക എന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ദളിതർക്ക് വിദ്യാഭ്യാസം ലഭിക്കണമെന്നും അവർ സംഘടിച്ച് അവകാശങ്ങൾ നേടിയെടുക്കണമെന്നും അംബേദ്കർ ആഗ്രഹിച്ചിരുന്നുവെന്നും രാഹുൽ ഗാന്ധി കൂട്ടിച്ചേർത്തു. വിദ്യാർത്ഥികളോട് സംവദിക്കുന്നതിനിടെ BSP നേതാവ് മായാവതിയെയും രാഹുൽ ഗാന്ധി വിമർശിച്ചു. BJPക്കെതിരെ മായാവതി തങ്ങളുടെ ഒപ്പം നിന്ന് തിരഞ്ഞെടുപ്പിൽ പൊരുതണമെന്നാണ് തങ്ങൾ ആഗ്രഹിച്ചത്. എന്നാൽ എന്തോ ചില കാരണങ്ങളാൽ മായാവതി മത്സരിച്ചില്ല. അക്കാര്യത്തിൽ തനിക്ക് വളരെ ദുഃഖം തോന്നി. കാരണം 3 പാർട്ടികളും ഒരുമിച്ച് നിന്നിരുന്നുവെങ്കിൽ BJP ഒരിക്കലും തിരഞ്ഞെടുപ്പിൽ വിജയിക്കില്ലായിരുന്നു എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. നീണ്ട തിരക്കുകൾക്കൊടുവിൽ കഴിഞ്ഞ ദിവസം രാഹുൽ തന്റെ മണ്ഡലത്തിലെത്തിയത് വോട്ടർമാരെ ഏറെ സന്തോഷിപ്പിച്ചു. ഏതൊരാപത്തിലും രാഹുൽ ഗാന്ധി ഒപ്പം നിൽക്കുമെന്നാണ് അവർ ഈ അവസരത്തിൽ പറഞ്ഞത്. അതേസമയം കോൺഗ്രസ് പാർട്ടി രാജ്യത്ത് പിടിച്ചു നിൽക്കാനുള്ള പല ഒരുക്കങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏറെ പ്രതീക്ഷയോടെ പാർട്ടി ഉറ്റുനോക്കിയ നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ ഞെട്ടിക്കുന്ന പരാജയം ഏറ്റുവാങ്ങിയതിനു പിന്നാലെ പുനഃസംഘടന നടത്തിയിരിക്കുകയാണ് കോൺഗ്രസ് ഇപ്പോൾ. രാഹുൽ ഗാന്ധിയുടെ സാമൂഹിക നീതിയുടെ കാഴ്ചപ്പാടുകൾക്ക് പ്രാമുഖ്യം നൽകിയാണ് പുതിയ പുനഃസംഘടന പാർട്ടി നടത്തിയിരിക്കുന്നത്. നിർണായക സ്ഥാനങ്ങളിൽ പോലും കാതലായ മാറ്റങ്ങൾ പാർട്ടി നടത്തിയിട്ടുണ്ട്. ഹരിയാന, മഹാരാഷ്ട്ര, ഡൽഹി എന്നിവിടങ്ങളിലെ നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ നിരാശപ്പെടുത്തുന്ന പ്രകടനമാണ് കോൺഗ്രസ് നടത്തിയത്. ഹരിയാനയിൽ ജയം ഉറപ്പിച്ചിടത്തു നിന്നാണ് പാർട്ടിക്ക് തിരിച്ചടി നേരിടേണ്ടി വന്നത്. മഹാരാഷ്ട്രയിലും സ്ഥിതി വ്യത്യസ്തമായിരുന്നില്ല. എങ്കിലും ഡൽഹിയിലേത് പ്രതീക്ഷിച്ച തോൽവി തന്നെയായിരുന്നു. കഴിഞ്ഞ 2 തിരഞ്ഞെടുപ്പുകളുടെയും തുടർച്ച മാത്രമായിരുന്നു അത്. 13 സംസ്ഥാനങ്ങളിലും 4 കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലും പുതിയ ചുമതലക്കാർ വരികയും 2 സംസ്ഥാന പ്രസിഡന്റുമാർ, 2 പുതിയ ജനറൽ സെക്രട്ടറിമാർ എന്നിവരെ നിയമിക്കുകയാണ് പാർട്ടി ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. ഇത് കോൺഗ്രസിന് കൂടുതൽ പ്രതീക്ഷ നൽകുന്ന കാര്യവുമാണ്.